വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ്. അപ്പൊ ഇന്ന് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഉപ്പ് സത്യാഗ്രഹം അല്ലെ. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത് അല്ലെ. അപ്പൊ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്ത ആളുകൾക്ക് വേണ്ടി മിസ് എന്താണ് സംഭവം എന്ന് ഒന്നുകൂടെ വിവരിച്ചു തരാം. ബ്രിട്ടീഷുകാര് ഉപ്പിന് അമിതമായിട്ടുള്ള നികുതി ചുമത്തി അല്ലെ. ബ്രിട്ടീഷ് പീപ്പിൾ ഇംപോസ് ഹൈ ടാക്സ് ഓൺ സാൾട്ട്. നിങ്ങൾക്കറിയാം, സാൾട്ട് എന്ന് പറയുന്നത് പൈസക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ലാതെ ഇന്ത്യയിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അതും പ്രത്യേകിച്ച് യാതൊരുവിധ പണിയും ഇല്ല അല്ലെ. ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കടൽ വെള്ളം വറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപ്പ് ഇടും. കടൽ വെള്ളം എന്താണ്, ഫ്രീ ആണ്. ഇന്ത്യയിലാണെങ്കിൽ ഇഷ്ടംപോലെ കടപ്പുറങ്ങളും ഉണ്ട്. അപ്പൊ ഉപ്പ് കിട്ടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. എന്നിട്ടും ഈ ബ്രിട്ടീഷുകാർ ഉപ്പിന് അമിതമായിട്ടുള്ള നികുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇന്ത്യക്കാർ അതിന് തയ്യാറായിരുന്നില്ല. അപ്പൊ ഇന്ത്യയിലുള്ള ആളുകൾ മുഴുവൻ എന്ത് ചെയ്തു, ഒന്നിച്ച് കൂട്ടമായിട്ട് ഇതിനെതിരെ പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അതായത് ഈ ഒരു പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുകയും ഒരു സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾ ഓർക്കേണ്ടത് ഏതു വർഷമാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ആ തീയതി നിങ്ങൾ നന്നായി പഠിച്ചു വെക്കണം. 1930 മാർച്ച് 12. എവിടെ നിന്നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്? സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക്. അപ്പൊ പഠിച്ചു വെക്കുക, സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ യാത്ര ആരംഭിച്ചത്. അപ്പൊ 1930 എന്നുള്ള ആ ഒരു ഡേ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ചു വെക്കണം. അതേപോലെ സബർമതി ആശ്രമവും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. അപ്പൊ ആളുകൾ എല്ലാവരും അല്ലെ എന്ത് ചെയ്തു, ഒരു ലോ അല്ലെ അത് ബ്രേക്ക് ചെയ്യണം എന്നാണ് ആളുകൾ തീരുമാനിച്ചത്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആളുകൾ എന്ത് ചെയ്തു, കാൽനടയായിട്ട് അല്ലെ എന്ത് ചെയ്യുകയാണ്, ഉപ്പ് കുറുക്കാൻ വേണ്ടി ദണ്ഡി കടപ്പുറത്ത് പോവുകയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവർ ഉപ്പ് കുറുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ മൈൻഡിൽ എന്തായാലും ഉണ്ടാവണം. അപ്പൊ അതിനുള്ള ചിത്രങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദണ്ഡി കടപ്പുറത്തെ ഗാന്ധിജിയുടെ ഉപ്പു സത്യാഗ്രഹത്തെ കുറിച്ച് എക്സാമിന് പതിവായി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വർഷം വീണ്ടും മിസ് പറയുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവരുത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ ഇന്ത്യ മൊത്തം വ്യാപകമായി നടക്കുന്നുണ്ട്. അപ്പോ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി യാത്ര ചെയ്തതുപോലെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാർച്ച് ചെയ്യുകയും ഉപ്പ് കുറുക്കാൻ വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഒപ്പം നമ്മുടെ കേരളത്തിലും അല്ലേ. അപ്പൊ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണെന്നുള്ളത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? കെ കേളപ്പനാണ് അല്ലെ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കേരള ഗാന്ധി എന്ന് പറയുന്നത്. അപ്പൊ കെ കേളപ്പൻ എന്നുള്ള ഒരു പേര് നിങ്ങൾ ആരും മറന്നു പോവരുത്. ആരാണ് കെ കേളപ്പൻ എന്ന് പറയുന്നത്? കേരള ഗാന്ധി അല്ലെ, കേരള ഗാന്ധി. അപ്പൊ കെ കേളപ്പനെയാണ് നമ്മൾ കേരള ഗാന്ധി എന്ന് പറയുന്നത്. സോ ഹി ഈസ് നോൺ ആസ് കേരള ഗാന്ധി. കെ കേളപ്പൻ ഈസ് നോൺ ആസ് കേരള ഗാന്ധി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ചോദ്യം പഠിച്ചു വെക്കുക, ഫുൾ മാർക്ക് നേടുക.